ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻഗിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ ഈ ഞായറാഴ്ചയിൽ പരിശുദ്ധമായ ദേവാലയത്തിലേക്കൊക്കെ നാം പോയി വിശുദ്ധമായ കുർബാനയിൽ നാം സംബന്ധിച്ചു. അങ്ങനെ അനുഗ്രഹീതമായ ഈ ഞായറാഴ്ചയുടെ ഈ സന്ധ്യയിൽ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിന്ന് ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ അനുദിന സന്ധ്യാതിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നാലും, നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നാലും വേദനയുണ്ടായിരുന്നാലും വിജയങ്ങൾ ഉണ്ടായിരുന്നാലും പരാജയങ്ങൾ ഉണ്ടായിരുന്നാലും ഇപ്പോൾ എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു എന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യമാണ്. ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കർത്താവ് ആരാണ് എന്ന് നമുക്ക് വീണ്ടും തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവം, ഈ സന്ധ്യയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്നത്തെ ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളും തെറ്റുകളും അങ്ങയുടെ തിരുമുൻപിലേക്ക് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനും ഉള്ള കൃപ നൽകണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമേ. ആമേൻ. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകും. ഈ തിരുവചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. യേശുതമ്പുരാൻ ഈ വചനം പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ശബത്തു ദിവസം ശിഷ്യന്മാർ വിശന്നപ്പോൾ അവർ കതിരുകൾ പറിച്ചു ഭക്ഷിച്ചു. അതിനെക്കുറിച്ച് പരീശന്മാർ അവന്റെ മേൽ കുറ്റം ചുമത്തി. അവരുടെ ശ്രദ്ധ നിയമത്തിലും നിയമസംഹിതകളിലുമായിരുന്നു. എന്നാൽ യേശുതമ്പുരാന്റെ ശ്രദ്ധ മനുഷ്യനിലായിരുന്നു. ഇവിടെയാണ് ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത്. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും മുകളിൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ജോലിയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമ്പത്തിൻ്റെയും നമ്മുടെ ഭാവിയുടെയും കർത്താവ് യേശുവാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുണ്ടാകും. പക്ഷേ ചോദ്യം ഇതാണ്, ദൈവത്തിനു നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമുണ്ടോ? വിശുദ്ധ ഞായറാഴ്ച മാത്രം നാം ദൈവത്തെ ഓർക്കുകയാണോ? പ്രാർത്ഥനയ്ക്കായി നാം സമയം മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടാണ്. ദൈവവചനം വായിക്കുവാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കും? യേശു, അതോ നമ്മുടെ പണം, നമ്മുടെ ജോലി, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രസക്തി, നമ്മുടെ ഭയം, ആശങ്കകൾ എന്നിവയാണോ? ഇന്നത്തെ തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. ദൈവത്തിന്റെ വിശ്രമം. പ്രിയമുള്ളവരെ, ശബത്ത് എന്നത് വെറും ഒരു ദിവസം മാത്രമല്ല, ദൈവത്തിൽ വിശ്രമിക്കുന്ന ഒരു ഹൃദയത്തെയാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മിൽ പലരും ശരീരം ക്ഷീണിച്ചതിനേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്. നാളെയെക്കുറിച്ചുള്ള ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗത്തെക്കുറിച്ചുള്ള ഭയം, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത,
മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു ചിന്തിക്കും, എന്തു വിചാരിക്കുമെന്ന ഭയം. ഇങ്ങനെ അനേകം ഭയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു. എന്നാൽ ഈ സന്ധ്യയിൽ യേശുതമ്പുരാൻ നമ്മോട് പറയുന്നത് പോലെ നമുക്ക് കേൾക്കാം. നിന്റെ ജീവിതത്തിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. നീ എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല. നിന്റെ നാളെയെക്കുറിച്ച് നീ എന്താണെന്ന് അറിയേണ്ടതില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നു തന്നെ ഉത്തരം നീ കണ്ടെത്തേണ്ടതുമില്ല. നിന്റെ ജീവിതത്തിന്റെ കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ മാത്രം മതി. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്റെ ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനമുണ്ടോ? എന്റെ തീരുമാനങ്ങളിൽ ഞാൻ ദൈവഹിതം അന്വേഷിക്കുന്നുണ്ടോ? എന്റെ ആശങ്കകളിൽ ഞാൻ യേശുവിന്റെ പാദം സമർപ്പിക്കുന്നുണ്ടോ? എന്റെ കുടുംബത്തെ കർത്താവിന് ഏൽപ്പിക്കുന്നുണ്ടോ? എന്റെ നാളെയെക്കുറിച്ചുള്ള ഭയം യേശുവിന് നീ സമർപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ കർത്താവ് നീയാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസം നമുക്ക് അങ്ങനെ തീരുമാനമെടുക്കാം. ഈ വിശുദ്ധ ഞായറാഴ്ച ദിവസം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം നമുക്ക് കൈവിട്ടു പോയതുപോലെ തോന്നാം. എല്ലാ വാതിലുകളും നമുക്ക് മുൻപിൽ അടഞ്ഞതുപോലെ തോന്നാം. ആരും നമ്മെ മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ജീവിതത്തിന്റെ കർത്താവ് ഇപ്പോഴും യേശുക്രിസ്തുവാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള കർത്താവ് മാറിയിട്ടില്ല. നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ വേദന അവിടുന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പറയാം, യേശുവേ, എന്റെ ജീവിതത്തിന്റെ കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ആത്മീയ തീരുമാനം, ഇന്നു രാത്രി ഈ വിശുദ്ധമായ ഞായർ, ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് നിമിഷങ്ങൾ നമുക്ക് നിശബ്ദമായിരിക്കാം. നമ്മുടെ ഫോൺ നമുക്കൊന്ന് മാറ്റിവെക്കാം. എല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമുക്ക് യേശു തമ്പുരാനോട് പറയാം, കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. നാളെയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കർത്താവ് അങ്ങു തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവം, മനുഷ്യപുത്രനോ ശബത്തിനു കർത്താവാകുന്നു എന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയൻ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആശങ്കകളെ മാറ്റണമേ. ഞങ്ങളുടെ ഭയങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായവരെ ആശ്വസിപ്പിക്കണമേ. വേദനിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവഴികളെ തുറന്നു നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് സഹായം നൽകണമേ. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഒറ്റപ്പെട്ടവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സംഗതിയാകുമാറാകണമേ. കർത്താവേ, ഇന്നു ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ വീടുകളെ കാത്തു പരിപാലിക്കുമാറാകണമേ. ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ. രാത്രിയുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നാളെ പുതിയൊരു നല്ല പ്രഭാതം കണ്ടുണരുവാൻ തമ്പുരാനെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ കന്യകമറിയത്തിന്റെ മധ്യസ്ഥവും സകല പരിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സന്ധ്യയിൽ ഒരു കാര്യം മാത്രം നമുക്കോർക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവ് നിങ്ങൾ തന്നെയല്ല, നിങ്ങളുടെ സാഹചര്യങ്ങളുമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കർത്താവ് സാക്ഷാൽ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി.